എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഞാൻ ഇളക്കി കാണിക്കാം. ഓക്കെ, എന്ത് മണമാണെന്നറിയാമോ? ചോറിനകത്ത് കുറച്ച് ഫിഷ് കറി അങ്ങോട്ട് വിളമ്പി വായിന്നൊക്കെ എങ്ങും എന്താ ടേസ്റ്റി കറിക്ക്. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇത് ഞാനൊരു ഫിഷ് കറി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ഞാൻ ഉണ്ടാക്കുന്നതിലേ നീ കാണിക്കാൻ വെക്കൂ. അതുകൊണ്ട് ഇന്ന് ഒരു ഫിഷ് കറിയായി. അതിന് വേണ്ടിയിട്ട് 1 കിലോ വറ്റ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴയകാല മീൻ കറിയായേ. നമുക്കൊന്നുണ്ടാക്കേ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ. ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 10 കുഞ്ഞുള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് അതരിഞ്ഞത് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കും. വലിയ ഇലയായി. ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ഇടത്തരം തക്കാളി അതിട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരൊന്ന് വേവിച്ചെടുക്കേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ തക്കാളി നോക്കേ. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അത്രയും മതി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ടാൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളകാണേ. നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കേ. ഇതൊക്കെ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണേ, മഞ്ഞൾപ്പൊടി ഒഴിച്ച്. ഇതിലോട്ട് നമ്മുടെ ഈ വഴന്ന കൂട്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ കുഴഞ്ഞിരിക്കുമല്ലേ, അതൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേ. കാര്യം മീൻ വേവണ്ടേ. മതി.
ഇനിയാണ് തിളച്ച് മീനൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു കൂട്ട് ചേർക്കാൻ കിടക്കുന്നത്. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. മീനൊന്ന് തിളക്കട്ടെ. തീ ഉള്ളിലിട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് തിളച്ചു. ഇനി ഇതിനകത്ത് ഞാനൊരു 1-1.5 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയെടുത്ത എണ്ണ മാങ്ങയതേ. ഈ എണ്ണ മാങ്ങയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിത് എടുത്തിട്ടുണ്ടേ. നമുക്ക് എണ്ണ മാങ്ങയില്ലെങ്കിൽ നമ്മളെ ഇരിക്കുന്ന കടുമാങ്ങയില്ലേ, അതായാലും മതി. ഈ എണ്ണ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. ഇതൊക്കെ എൻ്റെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ കറികളാണ് ഇതൊക്കെ. എല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഈ മീൻ കറിയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീനില്ലേ, അതിങ്ങോട്ട്. ഇത് ഏത് മീനായാലും, ചാളയായാലും എന്ത് മീനായാലും കുഴപ്പമില്ല. മീനൊരു പ്രശ്നമേ അല്ല. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കാര്യം നമ്മളെ പിക്കിളിൽ ഉപ്പുണ്ട്. അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഇനി ഉപ്പിടാൻ. എന്നാലും ശകലം ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീനൊന്ന് തിളയ്ക്കട്ടെ. മീൻ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിലോട്ട് മാറ്റാം. കാര്യം നമ്മുടെ മീൻ ഇട്ട് കഴിഞ്ഞാൽ ആ തിളവങ്ങ് നിൽക്കും. പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞ് മീനൊന്ന് അരപ്പൊന്നുകൂടെ തിളയ്ക്കണേ. തിളച്ചിട്ടേ കവർ ചെയ്ത് കൊടുക്കാവൂ. എന്നിട്ടേ കുറയ്ക്കാവുള്ളേ. ഈ എണ്ണമാങ്ങ കാണാത്തവരൊന്നും കാണണേ. നല്ല രസമായി ഈ എണ്ണമാങ്ങ കഴിക്കാനായിട്ട്. കറിക്കൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറയ്ക്കാം. ഒരു മീഡിയത്തിന്, സിമ്മിനും തൊട്ട് മേളിൽ, മീഡിയത്തിന് തൊട്ട് താഴെ ഇതാ. ഈ തീ കിടന്ന് ഒരു 8-9 മിനിറ്റ് കിടന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മീൻ കറി നോക്കേ. ഒരു 8-10 മിനിറ്റ് ആയി. അടിയിൽ പിടിക്കുമെന്ന് പേടിക്കേ വേണ്ട കേട്ടോ. കാര്യം ചെറിയ തീയല്ലേ. ഇതൊന്ന് ചുറ്റി കൊടുക്കേ. നല്ല മണം. ഓക്കെ. നല്ല കുറുകുറുത്ത ചാറ്. ഇതിനകത്ത് ഉലുവയൊന്നും ഇട്ട് വറുക്കും. എണ്ണയിലിട്ട് മുഴുത്ത ഉലുവയും വറുക്കരുത്. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. കാര്യം പിക്കിളിന് നല്ലതുപോലെ ഉലുവയുണ്ടേ. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള മീൻകറി. അതിനകത്ത് ഇച്ചിരി ഉപ്പ് വേണം. അത് ഞാൻ പിക്കിളിന് ഞാൻ വലുതായിട്ടങ്ങ് ഉപ്പ് ഭയങ്കരമായിട്ട് കൂട്ടിയിടത്തില്ല. ഓക്കെ. ഉപ്പിട്ട് ഒന്ന് ചുറ്റി കൊടുക്കേ. ഒന്ന് ഓക്കെ. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ടിടെ. ഭയങ്കര വലിയ കറിവേപ്പില ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കേ. ഇനി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുത്ത് നോക്കാം. നമ്മുടെ കറി നോക്കേ. ഓക്കെ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞേ. അതൊന്ന് ചുറ്റി കൊടുക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നോക്കി. ടേസ്റ്റാ അതിലും സൂപ്പറേ. ഞാൻ താഴോട്ടിട്ട് വെക്കാം. ഓക്കെ. നമ്മുടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഞാൻ ഇളക്കി കാണിക്കാം. ഓക്കെ. എന്ത് മണമാണെന്നറിയാമോ? ഭയങ്കര മണമാണ്.
ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റാത്ത മണ, അത്ര ടേസ്റ്റാണ്. ഓക്കെ, ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മട്ട ചോറിനകത്ത് കുറച്ച് ഫിഷ് കറി അങ്ങോട്ട് വിളമ്പി, വായിന്നൊക്കെ എങ്ങും എന്താ ടേസ്റ്റ് ഈ കറിക്ക്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.